ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ആദർശ് മനസ്സിൽ ചിന്തിക്കുകയാണ്, അവളിവിടെ ഉള്ളപ്പോൾ ഞാനൊരു ശത്രുവിനെ പോലെ അവളെ കണ്ടത്. പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ വേദനിക്കുന്നത്? അവളെ എപ്പം മുതലാണ് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്? അങ്ങനെ സ്നേഹിക്കാൻ മാത്രം എന്ത് സംഭവങ്ങളാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായത്? അപ്പോൾ പുതിയ ആദർശ് വന്നു എന്നിട്ട് പറയാണ്, ഒരുപാട് സംഭവങ്ങൾ. എടാ നീ ഈ വീട്ടിലേക്ക് കയറി വരുന്ന നല്ല മരുമക്കളെ വീട്ടിൻ്റെ വിളക്കാ. ഒരു പടിയിറങ്ങിപ്പോയാലേ ആ വിളക്ക് കെട്ടു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിന്റെ വിശ്വാസങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. എടാ നയന നിനക്ക് ആരാണെന്ന് നീ തിരിച്ചറിയുന്നു. ഒരു ഭാര്യയുടെ ധർമ്മം അവൾ ചെയ്തു, പക്ഷേ തിരിച്ചൊരു ഭർത്താവിൻ്റെ കടമകൾ നീ ചെയ്തു കൊടുത്തിട്ടില്ല. എടാ നീ എത്ര അവഗണിച്ചാലും നിന്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിനൊന്നേ നിന്റെ പക്കൽ വ്യക്തമായ മറുപടിയും കാണില്ല. നീ പോയി നിന്റെ പണി നോക്ക്. അവൻ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് അമ്മ വരുന്നത്. അപ്പോൾ അമ്മ ചോദിക്കാണ്, എടാ നിനക്കെന്താ വട്ടായോ? അവൻ തന്നെ ചിന്തിക്കാണ്, പോയോ? അല്ല അത് പിന്നെ അമ്മേ, എന്താ നിനക്ക് സംഭവിച്ചേ? ഏയ് ഒന്നുമില്ല, അമ്മ എന്താ വന്നേ? അവളെ തിരിച്ച് വിളിക്കണമെന്ന് ഞാൻ പറയുന്നത് മോശ. അല്ല ഞാൻ വെറുതെ വന്നതാ. അപ്പോഴാണ് നീ പിച്ചുംപേഴും പറയുന്നത് കേട്ടത്. അതേ, നയന ഇവിടെ ഉണ്ടെന്ന് കരുതി അവളെ വഴക്ക് പറയായിരുന്നു. ഓ അത് ശരി, അവളില്ലാത്തപ്പോഴും അവളുമായിട്ട് വഴക്കാണോ നീ? അല്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തവരെ എനിക്കും ഇഷ്ടമല്ല. അവളിനി വരത്തില്ല എന്ന മറ്റും വിളിച്ചു പറഞ്ഞിരുന്നോ? വന്നില്ലെങ്കിൽ നമുക്കെന്താ? അതെ, വന്നില്ലെങ്കിൽ നമുക്കെന്താ? നമുക്കൊന്നുമില്ല, ദേവയാനിയും പറയാണ്. നിനക്കൊന്നുമില്ലല്ലോ? ഏയ് എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഇടയ്ക്ക് നിർബന്ധിക്കുന്നുണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അവർ പോയിട്ട് വിളിച്ചു കൊണ്ട് വന്നില്ലല്ലോ. അല്ലമ്മേ, അത് പിന്നെ അപ്പോൾ ഞാൻ തന്നെ വിളിച്ചു കൊണ്ടുവരണം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. നീ പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ പോകുന്നില്ല. മുത്തശ്ശൻ്റെ അവസ്ഥയിൽ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. അവളില്ലെങ്കിൽ മുത്തശ്ശൻ്റെ കാര്യങ്ങളൊന്നും നടക്കാത്ത പോലെ. അങ്ങനെയൊരു തോന്നൽ എനിക്കും ഇല്ലാതില്ല. എന്നാലും നമ്മൾ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അമ്മയ്ക്കും അവൾ പോയതിനു ശേഷം ജോലിഭാരം കൂടിയല്ലേ? അതും എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. എൻ്റെ വിഷമം നീ കാര്യമാക്കണ്ട. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും. നിനക്ക് താല്പര്യമില്ലാതെ ഒരിക്കലും വിളിക്കരുത്. അല്ല, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. നിനക്കിപ്പോൾ ഉറക്കക്കുറവുണ്ടോ? ഏയ് ഇല്ല, ഞാനിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉറങ്ങുന്നുണ്ട്. അല്ല, നിന്റെ മുഖം കണ്ടിട്ട് ഉറക്കമൊന്നും ഇല്ലാത്ത പോലെ തോന്നുന്നേ. അത് ഉറക്കം കൂടിയതുകൊണ്ടായിരിക്കും. ശരി. നന്ദു റൂമിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. അവിടേക്ക് അലക്കിയ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് നയന ചോദിക്കുകയാണ്, നീ ഏതു നേരവും ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണല്ലോ മോളെ. ഞാനിവിടെ വന്നിട്ടും നിനക്കൊരു സന്തോഷവും ഇല്ലല്ലോ. നിന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേച്ചി എന്ന് മറ്റുള്ളവർക്ക് കൂടി തോന്നണ്ടേ മോളെ? ആദർശേട്ടൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. ചേച്ചി എന്തിനാ ഏതു നേരം ഇങ്ങനെ വീണ്ടും വീണ്ടും കുത്തി ഓരോന്ന് ചോദിക്കുന്നേ? നീ ജനിച്ചപ്പോഴേ നിന്നെ കാണുന്നതാ ഞാൻ. എൻ്റെ ഓരോ മാറ്റവും എനിക്ക് അച്ഛനേക്കാളും അമ്മയെക്കാളും തിരിച്ചറിയാം. എന്നുവെച്ചാൽ എൻ്റെ കൈപിടിച്ചാൽ നീ അധികവും നടന്നിരുന്നത്. അപ്പോഴാണ് നന്ദുവിൻ്റെ ഫോൺ വന്ന് വെല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ മടിച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമ്പർ തന്നെ. അപ്പോൾ ഞാൻ ചോദിക്കാണ്, ആരാ ഫോൺ വിളിച്ചത്? അതൊരു ഫ്രണ്ടാ. ഇതയാണോ? ആയിരിക്കും, അതുകൊണ്ടാണ് പെട്ടെന്ന് കട്ട് ചെയ്തത്. അല്ലേ ചേച്ചി, വിവേക വിളിച്ച്. ഒരിടത്ത് വരെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ പോയില്ലായിരുന്നു. അതെന്താ നീ പോകാതിരുന്നേ? നേരത്തെ പോകുന്നതായിരുന്നല്ലോ എല്ലാവരുടെയും പ്രശ്നം. അതെ, അന്ന് നീ തല്ലും വഴക്കും ഒക്കെ കൂടുമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വീട്ടിനകത്ത് ഏതു നേരവും കഥകടച്ചിരിക്കുന്നത് കൊണ്ട് നീ നിൻ്റെ ഫ്രണ്ട്സുമായിട്ട് കമ്പനി കൂടി നടക്കണമെന്ന അച്ഛൻ്റെ ഒക്കെ ആഗ്രഹം. നിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ഒട്ടും ശരിയല്ല. ഇത് നിന്നെ ഡിപ്രഷനിലേക്ക് എത്തിക്കും. നീ നാളെ രാവിലെ റെഡി ആവണം. എന്തിന്? നമുക്ക് നാളെ നല്ലൊരു ഡോക്ടറെ കാണാം, നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ. കല്യാണിയെ വിളിച്ച് പറഞ്ഞാൽ മതി. അവൾ കിരണേട്ടനോട് പറഞ്ഞിട്ട് നല്ല ഒരാളെ ഡോക്ടറെ അറേഞ്ച് ചെയ്ത് തരും. ചേച്ചി അതൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഇത് നിൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും ഉണ്ടാവണം. ഈ വീട്ടിലേക്ക് വന്നാൽ ഇതിനു മുമ്പ് നല്ല രസമായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി. മൊത്തത്തിൽ ഇതിനകത്ത് ഇരുട്ട് വ്യാപിച്ചതുപോലെയുണ്ട്. അച്ഛനും എന്തൊക്കെയോ അറിയാം, പക്ഷേ ഒന്നും പറയുന്നുമില്ല. എന്തിനാ നന്ദു എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? നമ്മൾ മക്കളിൽ നവ്യേച്ചി മാത്രമാണ് കുറച്ച് അച്ഛനെയും അമ്മയൊക്കെ വേദനിപ്പിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ അല്ലായിരുന്നല്ലോ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ എൻ്റെ വിഷമത്തിൻ്റെ കാര്യം ചേച്ചിയോട് പറയാം. എന്നാൽ പിന്നെ ഇപ്പോഴേ പറഞ്ഞൂടെ? ഇപ്പം പറയാൻ പറ്റില്ല, അനിയുടെ കല്യാണം കഴിയട്ടെ.
ആ ആ അനിയുടെ കല്യാണം ഇതും തമ്മിൽ എന്താ ബന്ധം? അല്ല, അതിന് സന്തോഷത്തോടെ എല്ലാവരും പങ്കെടുക്കേണ്ടതല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം. പലരുടെയും സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് മോളെ ഞാനിപ്പോൾ ജീവിക്കുന്നത്. കല്യാണത്തിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ ഇതുവരെയായിട്ടും ജീവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ടുമില്ല. ഇനി നിന്റെ പഠിപ്പും ജോലിയും ഒക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നീയും ഉഴപ്പിക്കളയല്ലേ മോളെ. തിരിച്ചു പോകവേ അവൾ ചേച്ചിയെ പിടിച്ചു വെച്ചു. എന്നിട്ട് ചോദിച്ചു, ചേച്ചിക്ക് എന്താ ചേച്ചി കുഴപ്പം? എൻ്റെ പ്രശ്നങ്ങൾ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീ കല്യാണം കഴിച്ചിട്ട് 100% പൊരുത്തപ്പെടാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരുത്തൻ്റെ കൂടെ മാത്രമേ നീ ജീവിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ആദർശേട്ടൻ ചേച്ചിയെ വിളിക്കാൻ വരില്ലേ? ആ, വിളിക്കാൻ വന്നാ ഭാഗ്യം. എന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് പെട്ടെന്ന് ഉറക്കത്തെ എണീറ്റിട്ട് കിതക്കുകയാണ്. അവൻ 2 ചെവിയും പൊത്തിയിട്ട് വിളിക്കുകയാണ്, നേനാ. അപ്പോഴേക്കും അവൾ അപ്പുറത്തുനിന്ന് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അവളും ആ ഉറക്കിൽ നിന്നും എണീറ്റ് കിതക്കുകയാണ്. പെട്ടെന്ന് ഫോണും എടുത്ത് പുറത്തു പോയിട്ട് അവൾ ചിന്തിക്കുകയാണ്, അങ്ങോട്ട് വിളിക്കണോ, അതും ഈ സമയത്ത്? അപ്പോഴാണ് ഫോൺ ഇങ്ങോട്ടേക്ക് വരുന്നത്. അവൾ പെട്ടെന്ന് പറയാണ്, മനപ്പൊരുത്തമില്ലെന്ന് പറഞ്ഞിട്ട് ഇതെന്തൊരു പൊരുത്താ? ഇതുപോലെ സംഭവിച്ച നിമിഷങ്ങൾ കുറവാ. എൻ്റെ ഭർത്താവിൻ്റെ സംസാരം കേൾക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ വിളിച്ചു. പക്ഷേ ആ സന്തോഷം സംസാരത്തിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. ഹലോ, ആരാ? എന്താ എൻ്റെ നമ്പർ കണ്ടാൽ നിനക്കറിയില്ലേ? ഓ, ആദർശേട്ടനായിരുന്നോ? ഞാൻ ഉറക്കത്തിലെ നമ്പർ നോക്കിയില്ല. ഈ സമയത്താണോ വിളിക്കുന്നത്? ആ, അല്ല, അത് പിന്നെ ഇന്നലെ നീ എന്നെ ഈ സമയത്ത് വിളിച്ചായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വിളിച്ചതെന്ന്. ഞാൻ ഇന്നലെ എപ്പോഴാണ് വിളിച്ചേ? അത് നീ ഓർക്കുന്നില്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ മനസ്സില്ല. ഇനിയിപ്പോഴെന്തിനാ വിളിച്ചേ? മുത്തശ്ശനും മുത്തശ്ശിയും വല്ലാത്ത വിഷമത്തിലാണ്. അവർ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. എന്തു പറ്റി? അല്ല, അത് അവർ വന്നപ്പോൾ നീ ഇങ്ങോട്ട് വരാത്തതിൽ അവർക്ക് നല്ല വിഷമമുണ്ട്. എനിക്കോ അങ്ങനെ തോന്നിയില്ലല്ലോ. ഞാൻ വരണമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് വന്നാൽ മതിയെന്നാണല്ലോ പറഞ്ഞത്. നിന്നോടങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടെ വന്നപ്പോൾ മുത്തശ്ശി കരയുന്നത് ഞാൻ കണ്ടു. മുത്തശ്ശനും നല്ല വിഷമത്തിലായിരുന്നു. കാര്യം തിരക്കിയപ്പോഴാ നിന്നെ കാണാത്തതിലുള്ള വിഷമമാണെന്ന് മനസ്സിലായത്. ഞാൻ അഹങ്കാരിയാണെങ്കിൽ അവർ ഞാൻ വരാൻ വേണ്ടി ആഗ്രഹിക്കുമോ? അവർക്ക് നിന്റെ കാര്യത്തിൽ മാത്രം തെറ്റുപറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചത്. ഉടനെ എങ്ങും അത് പ്രതീക്ഷിക്കണ്ട. ഇവിടെ എനിക്കിപ്പോഴേ നല്ല മനസ്സമാധാനമുണ്ട്. ഇവിടെ ആ വലിയ വീട്ടിൽ ജോലി ചെയ്യുന്നത് മാത്രം മിച്ചം. ഒരു തരി സ്നേഹം ആദർശേട്ടനോ അമ്മായിയമ്മയോ തരുന്നില്ല. ഇവിടെയാണെങ്കിൽ എന്നെ സ്നേഹം കൊണ്ട് മൂടാൻ എൻ്റെ അച്ഛനും എൻ്റെ അനിയത്തിയും ഒക്കെ ഉണ്ട്. നമ്മളിത്രേ സമ്പത്ത് കുറഞ്ഞവരാണെങ്കിലും സമ്പത്ത് കൊണ്ട് സ്നേഹം വാങ്ങാൻ പറ്റില്ലല്ലോ. ഹലോ, ഹലോ. അതെ, നിൻ്റെ ഈ അഹങ്കാരവും ഞാനെന്ന ഭാവവും അതെ ഈ ജന്മം മാറാൻ പോകുന്നില്ല. തിരിച്ചും അങ്ങനെ തന്നെയാ. പിന്നെ എന്തിനാ വിളിക്കുന്നേ? ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കില്ല. രാത്രി മനുഷ്യന്മാർ ഉറക്കം കളയാനായിട്ട് ഓരോരുത്തർ വിളിച്ചോളും. സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഈ സമയത്ത് പെണ്ണുങ്ങളെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്തിനാ? പെണ്ണുങ്ങളോ? എടി, നീ എൻ്റെ ഭാര്യയല്ലേ? ഭാര്യ എന്താ, പെണ്ണല്ലേ? നിൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ആയിക്കോട്ടെ, ഭാര്യയാണ് പോലും. ഒരു ഭാര്യയോട് ഭർത്താവ് ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. അയാൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ അയാൾക്ക് അവൾ ഭാര്യയാവുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു ബന്ധം എന്തിനാണെന്ന് ആലോചിക്കുക ഇപ്പോൾ. എന്നാൽ പിന്നെ നമുക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കാം. ആ, തീരുമാനിക്ക്. വീട്ടിലുള്ളവരോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്. എനിക്കൊരു കുഴപ്പവും ഇല്ല. ദേ, എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ക്ഷമിക്കുന്നത്. പറഞ്ഞേക്കാം. അങ്ങനെ ക്ഷമിക്കണ്ടെന്നേ അവർ രണ്ടുപേരും പറഞ്ഞു. നമുക്ക് വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്ന് അങ്ങനെയുള്ള നിലപാടെടുക്കണമെന്ന് പറഞ്ഞു. ആ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഭർത്താവിന് എന്നെ മനസ്സിലായിട്ടില്ലെങ്കിലും അവർക്ക് എന്നെ കൃത്യമായിട്ട് പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കാരിയായ ഭാര്യയെ എനിക്ക് കഷ്ടപ്പെട്ട് സ്നേഹിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അവൾ കട്ട് ചെയ്തു. വീണ്ടും അവൻ പറയാണ്, ഹലോ, കട്ട് ചെയ്തോ? വീണ്ടും അവൾ ഓർക്കുകയാണ്, ആദർശേട്ടന് വിഷമായി കാണുമോ? ഇനി ഉറങ്ങത്തില്ല, അത്രയും വേണ്ടായിരുന്നു. അവൾ രണ്ടും കൽപ്പിച്ച. ഇനി ഒരു ദിവസം പോലും അവളില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായി. ഇതിപ്പോൾ ആരോട് പറയാനാ? ദൈവം പോലും അവൾക്കൊപ്പം നിൽക്കുന്നേ. എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുണ്ട്. അവൾ പറഞ്ഞതാ ശരി. അവൾ പറഞ്ഞതുപോലെ ഒരു ഭാര്യയ്ക്ക് വേണ്ടുന്നതൊന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത ആദർശ് വരികയാണ്. എന്നിട്ട് പറയാണ്, എടാ പോയി കിടന്ന് ഉറങ്ങടാ. വേണ്ട. എന്തോടാ? എടാ, പോയി കിടന്ന് ഉറങ്ങടാ.
നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ട് അവളെ കൂടെ നിർത്താതെ കൊണ്ട് വിട്ടിരിക്കുക അവൻ. എടാ നിനക്ക് നാണോ ഇല്ല നന്ദിയില്ല. നയന കാലത്ത് എണീറ്റ് കുളിച്ച് ഫ്രഷായി വന്നിട്ട് മുറ്റത്ത് കോലം വരക്കാണ്. അപ്പോഴതാ കാറിൽ വന്നിറങ്ങുന്നു ആദർശ്. ആദർശിനെ കണ്ടവൾക്കൊരു സന്തോഷമായി. ഡോറടച്ച് ആദർശ് അവൾക്കരികിൽ വരികയാണ്. അവൾ കോലം വരച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് എഴുന്നേൽക്കുകയാണ്. അപ്പോഴേക്കും അച്ഛനെത്തി. ആ മോൻ രാവിലെ തന്നെ പുറപ്പെട്ടോ? എന്താ മോനെ അതിരാവിലെ? അത് പിന്നെ മുത്തശ്ശനൊരു വിഷമം പോലെ മുത്തശ്ശിക്കും. ഞാൻ ചോദിച്ചിട്ട് രണ്ടുപേരും കാര്യം പറയുന്നില്ല. എനിക്ക് മനസ്സിലായി നയനയില്ലാത്തതിൻ്റെ വിഷമാണെന്ന്. ഞാനില്ലെന്ന് പറഞ്ഞ് അവർക്കൊരു വിഷമവും ഇല്ല. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോളാനാ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ട് പോകുമ്പോൾ. അത് ശരിയാ മോനെ, അവർക്കൊപ്പം മോള് പോകുന്നുണ്ടെങ്കിൽ പോയിക്കോളാൻ ഞാൻ പറഞ്ഞതാ. അപ്പോൾ മൂർത്തി സാറാ പറഞ്ഞത് കുറച്ച് ദിവസം മോളിവിടെ നിൽക്കട്ടെ എന്ന്. അവരങ്ങനെയേ പറയൂ. എങ്കിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സ് വായിക്കാൻ എനിക്കറിയാം. എന്തായാലും മനസ്സ് വായിച്ച ആളെ അകത്തോട്ട് കയറിയിരിക്കെ. ഞാൻ കയറിയിരിക്കാനൊന്നും വന്നതല്ല, എനിക്ക് പെട്ടെന്ന് പോകണം. എന്നാ പിന്നെ പോയിക്കോ. ഇവിടെ ആരും കയ്യിൽ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. മോളെ വിളിക്കാൻ വന്നതാ. അപ്പം ഇങ്ങനെയാ ഒക്കെയാണോ പറയുന്നത്? ധന്യ വീടൊന്നുമല്ലല്ലോ അച്ഛാ, സ്വന്തം വീട് പോലെ കരുതേണ്ട വീടല്ലേ. അപ്പം പിന്നെ അകത്ത് കയറി കുറച്ച് സമയം ഇരുന്നൂടെ? ഇപ്പം നോക്കിയാലും വഴക്കാ. ഇനിയിപ്പോൾ അകത്ത് കയറി ഇരുന്നില്ല എന്നുള്ളൊരു പരാതി വേണ്ട. അകത്ത് കയറി ഇരുന്നാൽ മാത്രം പോരാ. രാവിലെ വന്നതല്ലേ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി പോയാൽ മതി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ഇതല്ല. ഇന്നിത്തിരി നേരത്തെ കഴിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് കുറച്ച് ദോശ ഇടാൻ അധിക സമയമൊന്നും വേണ്ട. എന്തായാലും മോൻ വാ. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അവളും പോകാൻ വേണ്ടി പിറകെ പോവാണ്. അപ്പോൾ അവൻ, എടീ നീ ജയിച്ചു എന്ന് കരുതണ്ട. അതിനിവിടെ മത്സരമൊന്നും നടന്നില്ലല്ലോ. അച്ഛൻ വിളിച്ചു ചോദിക്കാണ്. എന്താ? ഏയ് ഒന്നുമില്ല അച്ഛാ. എന്നാ മോൻ വാ, ഞാനിപ്പോൾ വരാവേ. നന്ദു നല്ല ഉറക്കിലാണ്, അവൾ എണീറ്റിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് നയന വിളിക്കുകയാണ്. നന്ദു എണീറ്റ മോളെ. എന്താ ചേച്ചി, എന്തൊരു ഉറക്കാടി ഇത്. ദേ ആദർശേട്ടൻ വന്നിട്ടുണ്ട്. എന്തിനെന്നോ? എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ. ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യയല്ലേ. അല്ല, ആദർശേട്ടൻ വിളിക്കാൻ വരത്തില്ലെന്നാണല്ലോ ചേച്ചി പറഞ്ഞത്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ വിളിക്കാൻ വരുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ സ്നേഹമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോഴേക്കും മോള് റെഡി ആയിട്ട് വരണം. ശരി ചേച്ചി. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ആദർശേട്ടൻ വന്നാൽ മതിയായിരുന്നു. ഇവിടേക്ക് ഞാൻ വന്നത് നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനാ. എന്നിട്ടൊന്നും തീർന്നതുമില്ല. എനിക്കത് ആരാണെന്ന് കണ്ടുപിടിക്കാനും പറ്റിയില്ല. അതെൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ചേച്ചി. പക്ഷേ അതത്ര നല്ല ഫ്രണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നയന ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് ആദർശിനും അച്ഛനും കൊടുക്കുകയാണ്. നന്ദുവിനെ നോക്കിയിട്ട് ആദർശ് പറയാണ്, നന്ദു ഇപ്പോൾ ആകെ ഒരു സന്തോഷമില്ലായ്മയിലാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടല്ലോ. അതേ, വെറും സംസാരമല്ല, മുഖം കണ്ടാൽ അറിയാം. നന്ദുവിന് എന്തോ വിഷമം ഉള്ളിലുണ്ടെന്ന്. അത് അങ്ങനെയൊന്നുമില്ല ആദർശേട്ടാ. ചേച്ചി ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ കണ്ട ആദർശേട്ടൻ ചേച്ചിയെ കണ്ട് ഒന്നും മൈൻഡ് ചെയ്തില്ലല്ലോ. അതിലൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അതിന് മാത്രമൊന്നുമല്ല, അതിനപ്പുറം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആദർശേട്ടാ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നിൻ്റെ കൈപ്പുണ്യ നിന്നെ രക്ഷിച്ചത്. എന്നുവെച്ചാൽ മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണം വിളിക്കാൻ ഇറങ്ങിയ സമയത്ത് ഇവിടേക്ക് വന്നത് ആഹാരം കഴിക്കാനാ. ഇവളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് വയറിനൊരു സുഖമില്ലെന്ന് മുത്തശ്ശൻ ഒരു ദിവസം പറഞ്ഞായിരുന്നു. മുത്തശ്ശിയും അതിന് സപ്പോർട്ട് ചെയ്തായിരുന്നു. ആഹാ, അങ്ങനെയൊക്കെ പറഞ്ഞോ? അവളുണ്ടാക്കുന്ന ഭക്ഷണം മോൻ്റെ മുത്തശ്ശന് ഒരുപാട് ഇഷ്ടമല്ലേ? അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ അവിടെ വന്നേ പറ്റത്തുള്ളൂ എന്ന്. പിന്നെ എന്നോടൊന്നും പറയാതെയാണല്ലോ നീ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ വിളിക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. മുത്തശ്ശി രഹസ്യമായിട്ടാണ് വന്ന് പറഞ്ഞത്. മോളില്ലാത്തത് മുത്തശ്ശന് വലിയ വിഷമാടാ, പോയി വിളിച്ചു കൊണ്ടുപോവാ എന്ന്. അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇനിയിപ്പം നീ ഇത് പോയി ചോദിക്കൊന്നും വേണ്ട. ആരോടും ഒന്നും പറയരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് പറയാലോ, രുചിയുള്ള ആഹാരം ഉണ്ടാക്കുന്നതിൽ ഇവള് മറ്റുള്ളവരെക്കാൾ മുമ്പിലാണ്. അപ്പോൾ നന്ദു പറയാണ്, എല്ലാത്തിനും ചേച്ചി മുന്നിൽ തന്നെയാണ്. നേരത്തെ ചേച്ചിയില്ലാത്തൊരു ദിവസത്തെ പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ലായിരുന്നു. അത് ശരിയാ മോനെ, വളരെ ശരിയാ. ഇവളില്ലാത്തൊരു ദിവസത്തെപ്പറ്റി എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്തൊരു മുടിഞ്ഞ ടേസ്റ്റാ ഈ ചമ്മന്തിക്ക്. എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അതേ, ഒരു ദോശ കൂടി കഴിക്ക്. ഏയ് വേണ്ട വേണ്ട വേണ്ട, ഇത്രയൊക്കെയാ കഴിക്കൂ. എന്നാലും ഒന്നുകൂടി കഴിക്കാം. വേണ്ടാത്തത് കൊണ്ടാ. കുറച്ച് ചമ്മന്തിയും കൂടി ഒഴിക്കട്ടെ?
കുറച്ച് മതി എൻ്റെ മനസ്സറിഞ്ഞ അവൾ ഒഴിച്ചത്. നന്ദുവിന് ആലോചനയൊക്കെ വരുന്നുണ്ടോ? നന്ദു ഞെട്ടിപ്പോയി. നന്ദു ഭക്ഷണം വായിലേക്ക് വെക്കാൻ പോവുമായിരുന്നു. അപ്പോഴേക്കും ഞെട്ടിപ്പോയി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.